SDPI ജമാഅത്തെ ഇസ്ലാമി സംഘടനകളുടെ വോട്ട് വേണ്ടെന്ന് പറയാതെ KT ജലീലും വർഗീയ മനോഭാവമുള്ള വ്യക്തികളുടെ വോട്ട് വേണ്ട. മലപ്പുറം ജില്ലയിൽ LDF 6 സീറ്റുകൾ നേടുമെന്നും മീഡിയ വണ്ണിന്റെ തീപ്പാറും മണ്ഡലം പരിപാടിയിൽ ജലീൽ. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് തവനൂരാണ്. സിറ്റിംഗ് MLA ഡോക്ടർ KT ജലീലിനെ നേരിടാൻ UDF ഇറക്കിയിട്ടുള്ളത് VS ജോയിയാണ്. 2011 മുതൽ തവനൂരിന്റെ മുഖമാണ് അങ്ങ്. അപ്പോൾ ഇത്തവണ ഒരല്പം വിയർക്കുന്നുണ്ടോ? ശക്തനായ എതിരാളിയാണല്ലോ ഓപ്പോസിറ്റ് ഉള്ളത്. ഏറ്റവും വലിയ ശക്തനായിട്ടുള്ള എതിരാളി കഴിഞ്ഞ തവണ ആയിരുന്നല്ലോ. എല്ലാവരും കൂടി യോജിച്ച് 10 ലക്ഷം ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഉള്ള ഒരു ചാരിറ്റി മിശീഹയെ ഇവിടെ ഇറക്കിയല്ലോ. എന്നിട്ട് തോൽപ്പിക്കാൻ നോക്കിയല്ലോ, തോറ്റിട്ടില്ല. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ള നിലക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലക്ക് 2011 DCCയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇവിടെ മത്സരിച്ചത്. VV പ്രകാശ് DCC പ്രസിഡന്റ് ആയിരുന്നല്ലോ. അദ്ദേഹം സുസമ്മതനായിരുന്നു VV പ്രകാശ്. പക്ഷേ KPCC പ്രസിഡന്റ് വന്നാലേ KPCC പ്രസിഡന്റ് വന്നാലും പ്രശ്നമില്ല. അല്ല, താങ്കളെ ആദ്യം മത്സരിക്കാൻ ഇത്തവണ താല്പര്യം ഇല്ല എന്നായിരുന്നല്ലോ പറഞ്ഞത്. പിന്നീടാണല്ലോ മത്സരിക്കാൻ വേണം എന്നാണല്ലോ പറയാ. സീറ്റ് കിട്ടാത്തത് കൊണ്ട് മറുകണ്ഠം ചാടും. ആദ്യം താല്പര്യം ഇല്ല എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇപ്പൊ 4 പ്രാവശ്യം ആയല്ലോ, അതുകൊണ്ടൊന്ന് മാറി നിൽക്കാം എന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ പാർട്ടി നിർബന്ധമായി മത്സരിക്കണം എന്ന് പറഞ്ഞു, അതുകൊണ്ട് മത്സരിക്കാം എന്ന് തീരുമാനിച്ചു. അത് മാത്രമായിരിക്കില്ലല്ലോ, തവനൂര് താങ്കളല്ലാത്ത മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പാർട്ടിക്ക് പറ്റാത്ത. അങ്ങനെയല്ല, അതുകൊണ്ടല്ല, ഞാൻ തന്നെ മത്സരിക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു. അപ്പോൾ പാർട്ടി പറഞ്ഞാൽ ധിക്കരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം 4 ടേം എന്നെ MLA ആക്കി, 1 ടേം മന്ത്രിയാക്കി, എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും കൂടെ നിന്നവര് ഒരാവശ്യം പറയുമ്പോൾ നമ്മളതിൽ നിരാകരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നന്ദികേട് വേറെ ഉണ്ടാവില്ലല്ലോ. കേരളമാകെ UDF തരംഗമാണ്. ആ തരംഗത്തിൽ തവനൂരും മറിയും എന്നാണ് പ്രതിപക്ഷ വിലയിരുത്തൽ. ആരാ പറഞ്ഞത് തരംഗമുണ്ട്? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ഈ അതിന് തൊട്ട് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അതേ രൂപത്തിൽ ബാധിക്കുമെങ്കിൽ 2010 ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ മുഴുവനായി UDFന്റെ കയ്യിലായിരുന്നു. അന്നും 8000-ലധികം വോട്ട് ലീഡായിരുന്നു. ഈ SDPIയുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് സധൈര്യം പറഞ്ഞുകൊണ്ടാണോ ഇത്തവണ ഇലക്ഷൻ നേരിടുന്നത്? അങ്ങനെ എല്ലാവരും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ TPയോടൊക്കെ ചോദിച്ചു, പക്ഷേ TP ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. അല്ല, അങ്ങനല്ല. വോട്ടിന്റെ ഒരു സമയത്ത് ആരുടെ വോട്ടും വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്ന നിലപാടുണ്ടായിരുന്നു. അല്ല, വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ്. വർഗീയ മനോഭാവമുള്ളവരുടെ വോട്ട് വേണ്ട. വർഗീയ മനോഭാവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവര് തീരുമാനിക്കുക, ഓരോരുത്തരും തീരുമാനിക്കുക. എല്ലാ ആൾക്കാരും അതുപോലെ ആവൂലല്ലോ. അപ്പൊ ഈ സംഘടനയുടെ വർഗീയ സ്വഭാവം എന്ന് പറയുന്നത് അവിടുത്തെ വ്യക്തികളുടെ കാര്യമാണോ? അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് ഓരോരുത്തരും. ഇപ്പൊ ഞാൻ ഇതിന് യോഗ്യനാണെന്ന് തോന്നുന്ന ആർക്കും ഞാൻ പറയുന്നത് എനിക്ക് നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണം എന്നല്ല. ഞാൻ നിങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ യോഗ്യനാണെന്ന് 100% നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് വോട്ട് ചെയ്യാം. UDF 100-ലധികം സീറ്റുകൾ ഇത്തവണ ഉറപ്പിച്ചു കഴിഞ്ഞു. UDFും മീഡിയ വണ്ണും മാത്രമേ അത് പറഞ്ഞുള്ളൂ. 100 സീറ്റ് അല്ലാതെ മീഡിയ വണ്ണും എന്ത് അടിസ്ഥാനം അതിനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, LDF എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ MLAമാര് നടത്തിയിട്ടുള്ള പെർഫോമൻസ്, ഞങ്ങളുടെ MLAമാര് നടത്തിയിട്ടുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും 100 സീറ്റ് കിട്ടുന്നു. അവരെന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും അവസാനമായി, ഇപ്പം ലീഗിനെ കുറിച്ചും CPM-നെ കുറിച്ചും നന്നായി അറിയുന്ന നേതാവാണല്ലോ താങ്കൾ. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റ് LDF നേടും? 6 സീറ്റുകൾ. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? അത് പറയില്ല. ഒന്ന് പൊന്നാനി. അല്ല, 6 സീറ്റുകൾ നേടും. ഓക്കെ, ആ പേര് വെളിപ്പെടുത്താതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു തരുന്നു. ഏതായാലും അനുവദിച്ചു തരുന്നു. KT ജലീൽ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തവനൂരിൽ മാത്രമല്ല, കേരളത്തിൽ ഒന്നാകെ LDF തരംഗം ആഞ്ഞടിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ്. ഏറെക്കാലം ഇവിടെ MLA ആയതിന്റെ ആ ഒരു ആവേശം, അത് ആത്മവിശ്വാസമാണ്. കാത്തിരിക്കാം ഫലം വരുന്നത് വരെ. യെസ്.